ഒരു ലൈൻ കോഡ് പോലും എഴുതാതെ എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ കാണുന്ന വെബ്സൈറ്റ് ഞാൻ ആൻറ്റി ഗ്രാവിറ്റിയും ക്ലോഡ് സോണറ്റും യൂസ് ചെയ്ത് ഒരു ലൈൻ കോഡ് പോലും എഴുതാതെ ചെയ്ത വെബ്സൈറ്റാണ്. ഇതിൽ നമുക്ക് ഡേറ്റാബേസുമായിട്ടുള്ള കണക്ഷനും ഡേറ്റാബേസിലെ ഡിഫറെൻറ്റ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ ടേബിൾസിലുള്ള ഡേറ്റ ആണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നും സ്റ്റാറ്റിക് ഡേറ്റയല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാനും ആഡ് ടു കാർട്ടും അങ്ങനെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിനകത്ത് ഫീച്ചർ എൻഹാൻസ്മെൻറ്റ് ചെയ്ത് പോയാൽ മതി. ഒരു ബേസിക് ലെവലിൽ ഒരു ചെറിയൊരു വെബ്സൈറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്തു. ഇതിൽ ഡീറ്റെയിൽസ് എല്ലാം കാണാമല്ലോ. അപ്പോൾ സ്വിഗ്ഗിയിലെ പോലെ സെയിം ഇമേജസ് അല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഓൾമോസ്റ്റ് കണ്ടൻസ് ഒക്കെ സെയിം ആണ്. നിങ്ങൾക്ക് സ്വിഗ്ഗിയോ ആമസോണോ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. നിങ്ങളൊരു വെബ്സൈറ്റ് ചൂസ് ചെയ്തിട്ട് റെഫർ ചെയ്യാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റിയിൽ അറ്റാച്ച് ചെയ്തിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ആൻറ്റി ഗ്രാവിറ്റി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊന്നും കാണിക്കുന്നില്ല. അത് സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അതിൽ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൻ്റെ X64 അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. exe ഫയൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആക്സെപ്റ്റ് ഓൾ കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. അപ്പോൾ അത് എളുപ്പമാണ്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആൻറ്റി ഗ്രാവിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ഗ്രാവിറ്റിയുടെ ഒരു IDE പോലെ ഓപ്പൺ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ആൻറ്റി ഗ്രാവിറ്റിയുടെ IDE ഓപ്പൺ ചെയ്യുവാണ്. ഇതുപോലെ നമ്മൾ ആൻറ്റി ഗ്രാവിറ്റി എന്ന് ഹോം ബട്ടണിൽ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റി ഓപ്പൺ ആയി വന്നു. ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. ഇതിൽ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ ChatGPTയിൽ ചാറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഒരു ചാറ്റ് ബോക്സ് കാണാം. ഇവിടെ നമുക്ക് എന്താ നമുക്ക് വേണ്ടതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല വൈബ് കോഡിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ ആ ഒരു ചാറ്റ് ബോക്സിൽ നമുക്ക് പല മോഡൽസ് വന്നുല്ലേ, ജെമിനൈ, ക്ലോഡ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്ലോഡ് സോണറ്റ് 4.6 ആണ്. എൻ്റെ ലാപ്ടോപ്പിൽ XAMPും DB ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഉള്ള രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ XAMPും ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് XAMP സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. XAMP അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പാച്ചെ വെബ് സെർവർ അപ്പാകും. അപ്പോൾ നമുക്ക് ലോക്കൽ ഹോസ്റ്റ് വെച്ചിട്ട് വെബ്സൈറ്റൊക്കെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ XAMPൽ MySQL, MariaDB അങ്ങനത്തെ ഡേറ്റാബേസൊക്കെ ഇൻക്ലൂഡാണ്. അതുപോലെ ഡേറ്റാബേസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് PHP MyAdminനും ഇതുപോലെ ലോക്കൽ ഹോസ്റ്റ് സെർവറിൽ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു DB ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തേക്കുവാണ്. അപ്പോൾ നമ്മൾ സ്വിഗ്ഗി എന്നൊരു നെയിമിൽ DB ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെർവറും അപ്പായി, നമ്മുടെ DBയും സെറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ആൻറ്റി ഗ്രാവിറ്റിയിൽ നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വിഗ്ഗിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ട് എനിക്ക് ലാരാവൽ ഫ്രെയിം വർക്കിൽ ഒരു വെബ്സൈറ്റ് വേണം. എനിക്ക് സ്ക്രീൻഷോട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എനിക്കൊരു വെബ്സൈറ്റ് വേണമെന്ന് നമ്മൾ ChatGPTയിലൊക്കെ ചാറ്റ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഈ ഒരു ഇമേജസ് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ആൻറ്റി ഗ്രാവിറ്റി നോക്കിക്കോളും. ഇപ്പം നമുക്ക് കുറേ ഇതുപോലെ എന്തൊക്കെയാണ് അതിൽ നടക്കുന്നതെന്നൊക്കെ കാണാൻ പറ്റും. ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം. പിന്നെ ഇടയ്ക്ക് നമുക്കിതുപോലെ ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റൺ ചെയ്യാനൊക്കെ കുറച്ച് ഓപ്ഷൻസ് വരും. അത് നമ്മളൊന്ന് റൺ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ നമ്മൾ ഒരു ലൈനോ കോഡോ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിനകത്ത് നമുക്ക് ഓരോ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും എന്താണ് പുതിയ ചേഞ്ച് കോഡിൽ വന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് റിവ്യൂ ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് റൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നു. അതുപോലെ നമ്മൾക്ക് ഇതുപോലെ എല്ലാ കമൻസും നമുക്ക് ഇതിനകത്ത് കാണാനൊക്കെ പറ്റും. ചേഞ്ച് ആവുന്ന ഫയൽസ് കാണാൻ പറ്റും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഈ ഒരു ചാറ്റ് വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ ഫയൽസൊക്കെ ക്രിയേറ്റ് ആയി വരുന്നത് കണ്ടോ. അപ്പോൾ നമുക്കത് ഫയൽസ് ക്രിയേറ്റ് ആവുന്നത് കാണാം. നമുക്കതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് എഴുതിയേക്കുന്നതെന്നെല്ലാം നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. ലൈൻസ് ഓഫ് കോഡൊക്കെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാനും പറ്റും. എന്തൊരു എളുപ്പമാണല്ലേ. അതായത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ എല്ലാം സ്വന്തമായിട്ട് അതിൻ്റെ വേണ്ട ലൈബ്രറീസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വേണ്ട കോഡൊക്കെ സ്വന്തമായിട്ട് എഴുതുക എന്നൊക്കെ പറയുന്നത് അതൊരു
നമ്മൾ പണ്ടൊന്നും ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ലല്ലോ ഡെവലപ്പേഴ്സിനൊക്കെ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ എൻവയോൺമെൻറ്റ് ഫയലാണ്. ഇതിനകത്ത് അതിൻ്റെ ഡേറ്റാബേസ് കണക്ഷൻസും അതിൻ്റെ എൻവയോൺമെൻറ്റ് ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ ക്രിയേറ്റ് ആവുന്ന ടേബിൾസ്, ഡേറ്റാബേസിന് വേണ്ടിയിട്ട് നമുക്ക് ടേബിൾസ് വേണമല്ലോ, നമ്മളുടെ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ടേബിൾസ് വേണമല്ലോ. ഈ ടേബിൾസൊക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഓർഡേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, പാസ്വേഡ്, അങ്ങനത്തെ എല്ലാം. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ മൈഗ്രേഷൻസിൽ കാണാനും പറ്റും. ഇതുപോലെ ഏതൊക്കെ ടേബിളാണ്, ടേബിളിനകത്ത് കോളംസ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഇതിൽ ഫയൽസിൽ കാണാൻ പറ്റും. പിന്നെ ഇതുപോലെ PHP ഫയൽസും ഒക്കെ സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്തതാണ്. പിന്നെ റൗട്ടിംഗ് ഫയൽസ് എല്ലാം നമുക്കിതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇതുപോലെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും. വേണമെങ്കിൽ റിവ്യൂ ചെയ്തിട്ട് അതിനനുസരിച്ച് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് മുതൽ കാണിക്കാം. ആദ്യം നമ്മൾ സ്ക്രീൻഷോട്ട് കൊടുത്തത് മുതൽ കണ്ടോ, ഇങ്ങനെ കമാൻഡ്സ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. PHPയിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ DBSeed. അപ്പം ഇതിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ്, ഡേറ്റാസ് വേണം. ഇപ്പം നമ്മളുടെ വെബ്സൈറ്റിൽ കാണിക്കുന്ന ഇപ്പം ഫുഡിൻ്റെയോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ നെയിംസോ അങ്ങനത്തെ എല്ലാ ഡേറ്റാസും നമുക്ക് കറസ്പോണ്ടിങ് ടേബിളിലോട്ട് ഇൻസേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഓപ്ഷനാണ് ഇപ്പോൾ അവിടെ, ആ ആക്ഷനാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസേർട്ട് ഇൻ ടു ടേബിൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ടേബിൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. ഇപ്പോൾ അത് അവിടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതാണ് നമുക്കിവിടെ ഡേറ്റാസ് കാണാത്തത്. അതിൻ്റെ ഓപ്പറേഷൻസ് കഴിയുമ്പോഴത്തേക്കും അതാണ്ട് അതിൻ്റെ ഡേറ്റാസ് എല്ലാം ഇൻസേർട്ട് ആയിട്ടുണ്ട്. കണ്ടില്ലേ, മേഘ്ന ഫുഡ്സ്, അങ്ങനെ ഡേറ്റാസ് എല്ലാം ഇൻസേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വെബ്സൈറ്റിൽ കാണിക്കുന്ന കണ്ടൻസ് ഒന്നും സ്റ്റാറ്റിക് കണ്ടൻസ് അല്ല, എല്ലാം DBയിൽ നിന്നുള്ള കണ്ടൻസാണ്. ഇത് കണ്ട റൗട്ടിങ്. അപ്പം ഓരോ പേജിലോട്ട് റൗട്ട് ചെയ്ത് പോകാനായിട്ട് അതിൻ്റെ ഫയൽസ്, ഇപ്പം നമ്മളിപ്പം ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓർഡർ പേജിലോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ കാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ടു കാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഓരോ പേജിലോട്ട് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം കോഡുകളാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇതെല്ലാം അതിനകത്തുനിന്ന് ക്രിയേറ്റ് ആവുന്ന ഫയലെല്ലാം നമുക്ക് റൈറ്റിൽ ആ ഒരു ചാറ്റ് ബോക്സിൽ കാണാം. ഏതൊക്കെ PHP ഫയൽസാണ് അല്ലെങ്കിൽ ഏതൊക്കെ റിലേറ്റഡ് ഫയൽസാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും കാണാം. അതിനനുസരിച്ച് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ആ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസാണ് അതിനകത്ത് വന്നതെന്നും കാണാം. അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് റൺ ചെയ്യുന്നതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഐഡിയ കിട്ടും, ഏതൊക്കെ ഫയലിലാണ് ചേഞ്ച് വന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും റെഡായിട്ട് കണ്ടു കഴിഞ്ഞാലും അതൊന്നും ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ അത് തന്നെ റിസോൾവ് ആയിക്കോളും. ഇതിപ്പം കണ്ടില്ലേ, എന്തോ ഒരു ഇത് കാണിച്ചിട്ട് അത് കുഴപ്പമൊന്നുമില്ല, അത് റണ്ണാവുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് റണ്ണെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ഓപ്ഷൻസ് വരുമ്പോൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റൺ എന്നുള്ള കമാൻഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം റണ്ണായിട്ട് കണ്ടോ, ലോക്കൽ ഹോസ്റ്റ് പോർട്ട് 8000 അത് അപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ലോഞ്ചായിട്ട് വരും. അങ്ങനെ നമ്മൾ ഒരു കോഡ് പോലും എഴുതാതെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആകെ ജസ്റ്റ് ചെയ്തത് സാം ഒന്ന് അപ്പ് ചെയ്ത് കൊടുത്തു, നമ്മളൊരു DBയുടെ നെയിം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, ബാക്കി ടേബിൾസ് ക്രിയേറ്റ് ചെയ്തു, അത് അതിനകത്തുള്ള ഡേറ്റാസ് ക്രിയേറ്റ് ചെയ്തു, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അതും വെറും സ്റ്റാറ്റിക് പേജ് അല്ല. ഇത് കണ്ടോ, ഇപ്പോൾ നമുക്കൊരു ക്രെഡൻഷ്യൽ അറിയത്തില്ല, യൂസർ നെയിമും പാസ്വേഡും അറിയാത്തപ്പോൾ ഞാൻ വന്ന് ജസ്റ്റ് ഈ ചാറ്റിൽ എന്താണ് അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡെന്ന് ചോദിക്കുകയാണ്, അഡ്മിൻ ലോഗിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ തന്നെ അതിൽ നമുക്കതിൻ്റെ റെസ്പോൺസും കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു മെയിൽ ID യും പാസ്വേഡും കോപ്പി ചെയ്തിട്ട് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ലോഗിൻ വർക്കാവുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് എടുത്തു, നമ്മൾ ഇമെയിലും പാസ്വേഡും അടിച്ചു കൊടുത്തു. ചാറ്റ് ബോക്സിൽ കണ്ടില്ലേ നമുക്ക് പാസ്വേഡ് കിട്ടിയല്ലോ, അതടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ലോഗിനായി. അപ്പോൾ ക്രെഡൻഷ്യൽസും അതെല്ലാം വർക്കാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മൈ ഓർഡേഴ്സ് എടുത്ത് നോക്കും, അതിൽ ഓർഡേഴ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പേജ് എടുത്ത് നോക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾക്ക് അതിൻ്റെ ആ ഒരു പേജ് മാറുന്നുണ്ടല്ലേ, /my orders അല്ലെങ്കിൽ / അങ്ങനെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പേജസിലോട്ട് റൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ മേഘ്ന ഫുഡ്സ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് അത് ഒന്ന് മാറ്റണം, അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞ ടേബിളിൽ പോയിട്ട് ഇവിടെ നെയിമുണ്ട്, ഈ നെയിം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ടെക് ടോക്സ് വിത്ത് സുമി എന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പോൾ നമുക്ക് API വഴി ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ API ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഡയറക്റ്റ് DBന്ന് ചേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ടെക് ടോക്സ് വിത്ത് സുമി, മേഘ്ന ഫുഡ്സ് മാറിയിട്ട് ടെക് ടോക്സ് വിത്ത് സുമി ആയി, കണ്ടില്ലേ. അപ്പോൾ അതുപോലെ അപ്പോൾ മനസ്സിലായില്ലേ, എല്ലാം DB റിലേറ്റഡാണ് ഡേറ്റാസ് വരുന്നതെന്ന്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ അതാണ്ട് ഇൻസ്റ്റാമാർട്ടിൻ്റെ പേജ്,
എല്ലാം കറക്റ്റ് അതുപോലെ തന്നെ വന്നിട്ടുണ്ടല്ലേ. /ഇൻസ്റ്റാമാർട്ട് എന്ന് പറഞ്ഞപ്പം ഇൻസ്റ്റാമാർട്ടിൻ്റെ പേജിലോട്ട് പോയി. അപ്പോൾ നമുക്കൊരു ബേസ് കോഡ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിനകത്ത് എക്സ്ട്രാ ഫീച്ചർ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനകത്ത് പോയിട്ട് ആ ചാറ്റില്ലേ, ആ ചാറ്റിൽ പോയിട്ട് എനിക്കിപ്പോൾ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ സെർച്ചിൻ്റെ ഇത് വേണം, അല്ലെങ്കിൽ ഇതിനകത്ത് എനിക്കൊരു പേയ്മെൻറ്റ് ഓപ്ഷൻ വേണം, എനിക്ക് അത് അങ്ങനെ ഓരോ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ വൈബ് കോഡിങ് എങ്ങനെയുണ്ട്? എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.